എന്റെ വന്ദനമ്മ പറയാതെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കില്ല. എന്റെ വന്ദനമ്മയുടെ സത്യം. ഇനി ഉറങ്ങാൻ വന്ദനമ്മേ. ജഗ, ബെഡിൽ വന്ന് കിടക്കൂ. വേണ്ട വന്ദനെ, ഞാനിവിടെ നിലത്ത് കിടന്നോളാം. വേണ്ട, ജഗൻ നിലത്ത് കിടക്കണ്ട. ദേമോളുടെ അടുത്ത് കിടന്നാ മതി. വന്ദന നിയമളുടെ അടുത്ത് കിടന്നാ മതി, ഞാൻ താഴെ കിടന്നോളാം. വേണ്ട ജഗ, ബെഡിൽ വന്ന് കിടക്ക് പ്ലീസ്. ഞാനല്ലേ പറയുന്നേ. ജഗനങ്കിൾ, നമുക്ക് 3 പേർക്കും കൂടി ഇവിടെ കിടക്കാം. വാ. വന്ദനമ്മേ, എനിക്ക് വേദനിക്കുന്നു. മോളെ, മോള് പേടിക്കണ്ട. മോളെ ആരും ഒന്നും ചെയ്യില്ല. മോൾക്ക് വന്ദനാമ മാത്രമല്ല, ജഗനങ്ങളും ഉണ്ട്. മോള് ധൈര്യമായിട്ട് ഉറങ്ങിക്കാം. അതിനെനിക്ക് പേടിയുണ്ടെന്ന് വന്ദനമ്മയുടെ അടുത്ത് ആരാ പറഞ്ഞേ? ജഗനങ്കിൾ ഉള്ളപ്പോ എനിക്ക് ആരെയും ഒരു പേടിയും ഇല്ല. മതി, മിണ്ടത് കിടന്നുറങ്ങ്. ഒരു ഉണ്ണിയർച്ച വന്നിരിക്കുന്നു. വന്ദനമ്മേ, എനിക്ക് ഇങ്ങനെ കിടക്കുമ്പോ ഒരു അസ്വസ്ഥത. ഞാൻ ആ സൈഡിൽ കിടന്നോളാം. എവിടെ? വന്ദനമ്മയുടെ അപ്പുറത്ത്. അതൊന്നും വേണ്ട, മോള് വീഴും. മോളെ നീക്കടാ. ജഗനങ്കിളെ, അങ്കിളും കൂടി കെട്ടിപ്പിടിക്ക്. ഞാനങ്ങനെ ഇങ്ങനെ പുറത്തൂടെ കെട്ടിപ്പിടിക്ക്. കൈ ഇങ്ങ് കൊണ്ടുവാ. വന്ദനെ, മോൾ ഉറങ്ങിയോ? എന്നാ വന്ദനെ ഒന്ന് തിരിഞ്ഞു കിടന്നേ. സ്വപ്നായിരുന്നോ? വെറുതെ കൊതിച്ചു. മാനത്തെ കൊട്ടാ